അപ്പൊ ഞാൻ ഈ രണ്ടാളെയും പാട്ട് ഞാൻ നിങ്ങളെ ഇതിലൂടെ തന്നെ ന്യൂസിലൂടെ തന്നെ ഞാൻ കണ്ടിരുന്നു, ഞാൻ കമന്റ് ഒക്കെ ഇട്ടിരുന്നു. അപ്പോ ഇവരെ മീറ്റ് ചെയ്യാൻ പറ്റിയതിലും ലൈക്ക് വളർന്നു വരുന്ന ടാലൻസ് ആണ്. എന്നും ഇങ്ങനെ അടിപൊളിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചാനൽ 2 കുട്ടി താരങ്ങളുടെ ഇന്റർവ്യൂ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അന്ന് ആ ഒരു അഭിമുഖത്തിനിടയിൽ അവർ അവരുടെ വലിയ ഒരു ആഗ്രഹം ഞങ്ങളുമായി പങ്കുവച്ചിരുന്നു. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ അനാൻ ഷായെ നേരിട്ട് കാണണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം അന്ന് അവർ പങ്കുവച്ചത്. നമ്മൾ ഏതൊരു മേഖലയാണെങ്കിലും ആ മേഖലയിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കലാകാരനോ കലാകാരിയൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ സംഗീത ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട സിംഗർ ആരാണ്? എനിക്ക് എല്ലാരും ഇഷ്ടം, പക്ഷെ കുറച്ചും കൂടി ഇഷ്ടം ഹനാൻഷിനെയാണ്. ഹനാൻഷിന്റെ കൂടെ പാട്ട് പാടണം എന്ന് വലിയ ആഗ്രഹമാണ്. ഹനാൻഷിനെ കാണണം എന്ന് ആഗ്രഹമാണ്. ഇന്ന് കുട്ടിത്താരങ്ങളുടെ വലിയ ആഗ്രഹം മേലാറ്റൂർ പാട്ടിന്റെ വേദിയിൽ സാക്ഷാത്കരിക്കുകയാണ്. അവർ നേരിട്ട് അവരുടെ പ്രിയപ്പെട്ട ഗായകനെ കാണുകയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടെയാണ് ഈ വിദ്യാർത്ഥികൾ ഉള്ളത്. ചാനൽ 2 എത്തിച്ച അഭിമുഖത്തിലൂടെ അനാൻ ഷാ ഈ ഒരു വീഡിയോ കാണുകയും വിദ്യാർത്ഥികളെ നേരിട്ട് കാണുകയും ചെയ്ത സന്തോഷ നിമിഷങ്ങളിലേക്ക്. ചാനൽ 2 പ്രേക്ഷകരോടൊപ്പം മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ നടൻ ഹനാൻ ഷാ കൂടെയുണ്ട്. എന്തായാലും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ വളരെ സന്തോഷത്തിലാണ്. ഞങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിനിടയിലാണ് നിങ്ങളെ കാണണമെന്നൊരു ആഗ്രഹം അവർ പങ്കുവെച്ചത്. എങ്ങനെയാണ് ഇവരെ കണ്ടപ്പോൾ നിങ്ങളുടെ ഒരു സന്തോഷം? മേലാറ്റൂർ വരാൻ പറ്റിയതിൽ സന്തോഷമായും തന്നെ ഞാനിവിടെ ഒരുപാട് പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ലൊക്കേഷനിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ഇവിടുത്തെ ആൾക്കാരെ കാണാനും എല്ലാവരെയും മീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്, പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ രണ്ടാളെയും പാട്ട് ഞാൻ നിങ്ങളെ ഇതിലൂടെ തന്നെ ന്യൂസിലൂടെ തന്നെ ഞാൻ കണ്ടിരുന്നു, ഞാൻ കമന്റ് ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഇവരെ മീറ്റ് ചെയ്യാൻ പറ്റിയതിലും ലൈക്ക് വളർന്നു വരുന്ന ടാലൻസ് ആണ്. എന്നും ഇങ്ങനെ അടിപൊളിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എന്തായാലും ഇവരുടെ ആഗ്രഹം ഹനാന്റെ മുമ്പിൽ നേരിട്ട് പാടണമെന്നാണ് ഇവരുടെ ആ ഒരു ആഗ്രഹം. എന്തായാലും അതൊന്നും നമുക്ക് ഇവിടെ നിറവേറ്റിയാലോ? മനമേ മനമേ കണ്ടേ കണ്ടേ കൽവില്ലരബനമത്തായേ കൊട്ടാരത്തിൽ കല്ലാളിന്റെ ചാവിലെ തുന്നിയതാരേ. എന്തായാലും സിനിമ അഭിനയ മേഖലയിലേക്ക് ചുവട് വെക്കുകയാണ്. ആദ്യ സിനിമ ഉടൻ തന്നെ പുറത്തിറങ്ങാൻ പോവുകയാണ് കാട്ടാളൻ. എങ്ങനെയുണ്ട് സിനിമ അഭിനയത്തിന്റെ ഒരു എക്സ്പീരിയൻസ്? സത്യം പറഞ്ഞാൽ ആക്ച്വലി ഞാനിതുവരെ അങ്ങനെ അഭിനയ പരിപാടിയിലൊന്നും പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ കീഴിൽ ഷെരീഫൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അഭിനയിച്ച് നോക്കണത്. അപ്പോൾ വളരെ ചെറിയൊരു ടൈം പീരീഡ് മാത്രമേ എനിക്ക് ആ പടത്തിലുള്ളൂ, ചെറിയൊരു ടൈമിലേ വരുന്നുള്ളൂ. പക്ഷെ എന്നാലും ആ ഒരു ടൈം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ജഗദീഷ് ഏട്ടൻ്റെ കൂടെ, അതുപോലെ പെപ്പെ, അതുപോലെ കബീർ സിംഗ്, സുനിലേട്ടൻ. അപ്പം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് വലിയ വലിയ ആക്ടേഴ്സിന്റെ കൂടെയാണ് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തത്. സോ അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കണക്കാക്കണം. അത് ആ ഒരു ടൈം അവരുടെ കിട്ടിയ എക്സ്പീരിയൻസ് ചെറുതല്ല. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നല്ലൊരു സൂപ്പർ സിനിമയാണ് വരാൻ പോണത്. 28-നാണ് റിലീസ് ആവാൻ പോണത്. അപ്പം എന്റെ ഭാഗം ചെറുതാണെങ്കിലും പടം വളരെ വലുതാണ്. ഞാൻ കുഞ്ഞു പോർഷനിലുള്ളൂ, ഒരുപാട് ഏരിയയിലൊന്നും കുറച്ചുള്ളൂ. പക്ഷെ ഉള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. നമ്മളോടൊപ്പം മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ചാനൽ 2 ആഗ്രഹ സഫലീകരണം നടത്തിയ 2 കുട്ടി താരങ്ങൾ കൂടെയുണ്ട്. എന്തായാലും നിങ്ങൾ കാത്തിരുന്ന ഒരു മൊമെന്റ് ആണ്, കാത്തിരുന്ന കംബാക്ക് മൊമെന്റ് അല്ലേ? എങ്ങനെയായിരുന്നു നിങ്ങളുടെ സന്തോഷം? ഹനാനെ കണ്ടു, നല്ല സന്തോഷമായി. അവിടെ എത്തിയപ്പോ കൈയൊക്കെ ഇറക്കിയിരുന്നു. പക്ഷെ നല്ല ഫ്രണ്ട്ലി ആയി, നല്ല രസമായിരുന്നു. ആ ആഗ്രഹം സാധിച്ചു. നല്ല സന്തോഷം. താങ്ക് യു ചാനൽ 10. എനിക്ക് വലിയൊരു ആഗ്രഹം, ഞാൻ ഹനാൻഷിന്റെ എല്ലാ വ്ളോഗും കാണാനും ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. കാണണം എന്നുള്ള അതിപ്പോൾ നടന്നു. വളരെ സന്തോഷം. പിന്നെ ചാനൽ 10 വലിയൊരു നന്ദി. എന്തായാലും ഈ ഒരു സമയം ഒരുപാട് സന്തോഷത്തിലാണ്. നേരിട്ട് കണ്ടു എന്ന് മാത്രമല്ല, ഹനാനോടൊപ്പം നിന്ന് കൂടെ ഒരു പാട്ടും പാടാൻ പറ്റി ഞങ്ങളുടെ പ്രേക്ഷകരിലൂടെ. എങ്ങനെയാണ് ഒരു പാട്ട് പാടിയാലോ ഹനാന്റെ?
ഓക്കെ ഞാൻ ഒറ്റക്കാണ് പാടുന്നത്. ഇൻസാനിലാവണ്യ കൊട്ടാരത്തിൻ കള്ളാൽ നിന്റെ ഹിജാബിൽ തുന്നിയതാരേ ഹിലാലിന്റെ മാനത്തെ വൈരക്കല്ലിൻ മുത്താലിന്റെ കിനാവ് കേരോ കേഹാലേ കനിയെ കനിയെ മുല്ലപ്പൂവിൻ ചിരിയിലാലം തന്നെ പതിയെ പതിയെ ഒഴുകി പോകും പോലല്ലേ മനമേ മനമേ ലൈലിനാഴം പോലാനാണ് കുഴിയെ കണ്ടേ കണ്ടേ കൽബില്ലറബനമുട്ടായേ ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൽ കള്ളാൽ നിന്റെ ഹിജാബിൽ തുന്നിയതാരേ. അത്രമേൽ നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഈ വിദ്യാർത്ഥികൾ ചാനൽ 10 ഇന്ന് മനസ്സ് തുറക്കുന്നത്. അത്രമേൽ അവരുടെ വലിയൊരു ആഗ്രഹമാണ് ചാനൽ 10 പ്രേക്ഷകരിലൂടെ ചാനൽ 10 സാഫല്യമായിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികളുടെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടൊപ്പം ഞങ്ങളും പങ്കുചേരുകയാണ്. മേലാറ്റൂരിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. നമസ്കാരം, ഞാൻ അഖില, ഓഡിയോളജിസ്റ്റാണ്. പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുകയും എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കുന്നതിനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളെ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിലേക്ക് ആകർഷിച്ചത്. എൻ്റെ കുട്ടിയുടെ കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിൽ വള്ളുവനാട് വിദ്യാഭവൻ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ലക്ഷക്കണക്കിന് മാതാപിതാക്കളുടെ ഉറപ്പിൽ വാർത്തെടുത്ത 33 വർഷങ്ങൾ. ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ പെരിന്തൽമണ്ണ, celebrating 33 years of excellence in the field of education. ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ പെരിന്തൽമണ്ണ.